നമസ്കാരം, എല്ലാവർക്കും ബയോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സെക്കൻഡ് യൂണിറ്റ് സെല്ലുലാർ ഓർഗനൈസേഷന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന്. നമ്മളെ തേർഡ് പാർട്ടാണ് മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷന്റെ തേർഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ കണ്ടു മെംബ്രെയിൻ കോമ്പണൻസ് എന്തൊക്കെയാണ്, ലിപ്പിഡ്, പ്രോട്ടീൻസ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ്. സോ നമ്മൾ ലിപ്പിഡ് ആൻഡ് പ്രോട്ടീന്റെ ക്ലാസ് ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, ടൈപ്പ് 1 ടൈപ്പ് 2 എങ്ങനെയാണ് എന്നുള്ളത് ഓറിയന്റേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കണ്ടു. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് കണ്ടു. സോ ഇത്രയാണ് നമ്മൾ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. സോ നമുക്ക് അതിന്റെ ഡിസ്കഷനിലേക്ക് കടക്കാം. കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സ് നമ്മള് എന്താ പറയാ, നമ്മുടെ ഫസ്റ്റ് ക്ലാസിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു പ്ലാസ്മ മെംബ്രെയിൻ ഫ്ലൂയിഡ്, അതായത് എന്ത് മോഡലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മള് മൊസൈക്ക്, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ് എന്ന് പറഞ്ഞു. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലില് നമ്മൾ മൊസൈക്ക്, അതായത് ലിപ്പിഡ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഉണ്ട്. ഓക്കെ, സോ അതിൽ നമ്മളൊരു ഡയഗ്രത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഓക്കെ ഔട്ട്വേർഡ് ആയിട്ടാണ്, അതായത് സെല്ലിന്റെ ഔട്ട്സൈഡിലേക്ക് എക്സ്പോസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതും എങ്ങനെയാണ്, ലിപ്പിഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട്, ലിപ്പിഡ് പ്രോട്ടീൻ ആയിട്ടോ ഗ്ലൈക്കോലിപ്പിഡ് ആയിട്ടോ പ്രോട്ടീൻ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഗ്ലൈക്കോ പ്രോട്ടീൻ ആയിട്ടോ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സ് ആർ കണക്റ്റഡ് വിത്ത് പ്രോട്ടീൻസ് ആൻഡ് ആസ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ഓർ ആസ് ലിപ്പിഡ്സ് ആസ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഓക്കെ, നമ്മള് ഗ്ലൈക്കോലിപ്പിഡ്സ് പഠിച്ച സമയത്ത് നമ്മൾ സെറിബ്രോസൈറ്റ്സിനെ പറ്റിയും ഗാംഗ്ലിയോസൈറ്റ്സിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. സെറിബ്രോസൈറ്റ്സും ഗാംഗ്ലിയോസൈറ്റ്സിന്റെ പ്രത്യേകത എന്താണ്? സെറിബ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് സിംഗിൾ കാർബോഹൈഡ്രേറ്റ്, ഒരു ഗ്ലൂക്കോസോ ഗാലക്ടോസോ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സെറിബ്രോസൈഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി സെറമൈഡ് പ്ലസ് ഒളിഗോസാക്കറൈഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഗാംഗ്ലിയോസൈഡ്സ് എന്ന് പറയുന്നു. ഹൗ ദേ ആർ ഇമ്പോർട്ടന്റ് ഇൻ അവർ നെർവസ് സിസ്റ്റം ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ്. മ്യൂട്ടന്റ് മൗസിന്റെ എക്സ്പെരിമെന്റ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ എന്തൊക്കെയാണ് ഇനി മെംബ്രെയിൻ കാർബോഹൈഡ്രേറ്റ്സിന്റെ റോള്, ഫങ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ദേ ആർ റെസ്പോൺസിബിൾ ഫോർ സെൽ റെക്കഗ്നീഷൻ. ഓക്കെ, ഈ സെൽ റെക്കഗ്നീഷൻ ആണ് ലെക്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വേറെ ഡീറ്റെയിൽഡ് വരുന്നുണ്ട്. സോ ദേ ആർ റെസ്പോൺസിബിൾ ഫോർ സെൽ റെക്കഗ്നീഷൻ. നമ്മൾ കണ്ടു കോളറ ടോക്സിന്റെ കേസ് പറഞ്ഞ സമയത്ത് അല്ലെ, കോളറ ടോക്സിൻ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഈ എന്താ പറയാ, നമ്മളെ ഇൻഡസ്റ്റൈനിലുള്ള ഗാംഗ്ലിയോസൈഡ്സിലാണ് ദേ ആർ attaching അല്ലെ. So this toxins attached with this gangliosides and it is get inside our digestive system. So they are responsible for cell recognition. Also cell to cell recognition is also possible by this carbohydrate. All of the carbohydrate on the glycoproteins, proteoglycans and glycolipids is located on the outside of the plasma membrane. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടത്. ബാക്കിയൊക്കെ നമ്മൾ both the side we can see in both side, inner സൈഡിലും outer സൈഡിലും present ആണ്. But carbohydrates are only present in the outside. Okay, എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ sugars will absorb water. Okay, sugars can absorb water and by അങ്ങനെ ഒരു മോയിസ്റ്റ് അല്ലെങ്കിൽ ഒരു മോയിസ്റ്റ് ലെയർ അത് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദേ ക്യാൻ പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ. സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റോള്, കാർബോഹൈഡ്രേറ്റിന്റെ റോള് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇനി ഈ പ്രോട്ടീൻസ് ആയിട്ട്, അതായത് ഗ്ലൈക്കോ പ്രോട്ടീൻസ്, ഓക്കെ, പ്രോട്ടീൻ പ്ലസ് കാർബോഹൈഡ്രേറ്റിനെയാണ് നമ്മൾ ഗ്ലൈക്കോ പ്രോട്ടീൻ എന്ന് പറയുന്നത്, ഗ്ലൈക്കോ പ്രോട്ടീൻ. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് നോക്കാം. We have two types of glycoproteins, O-linked and N-linked. എന്താണ് O-linked, എന്താണ് N-linked എന്നുള്ളത് നമുക്ക് നോക്കാം. O-linked പ്രോട്ടീൻസ് എന്ന് പറയുന്ന സമയത്ത് പ്രോട്ടീനിൽ സെറിനും ത്രിയോണിനും ഒക്കെ എന്ന് പറഞ്ഞാൽ, സെറിൻ ത്രിയോണിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സൈഡ് ചെയിനിൽ OH ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സോ ദിസ് OH ഗ്രൂപ്പ്, ഈ OH ഗ്രൂപ്പിലെ ഓയും ഷുഗറും തമ്മിലാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ O-linked ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ എൻ ലിങ്ക്ഡ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ആസ്പരാജിന്റെ ഒക്കെ സൈഡ് ചെയിനിൽ ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ആസ്പരാജിന്റെ അമിനോ ഗ്രൂപ്പും ഷുഗറും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എൻ ലിങ്ക്ഡ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഓ ലിങ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ പ്ലസ് പ്രോട്ടീൻ, എന്താണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് സെറീൻ ആൻഡ് ത്രിയോണിൻ ആയിട്ടാണ് നമ്മൾ ഓ ലിങ്ക്ഡ് എന്ന് പറയുന്നത്. എൻ ലിങ്ക്ഡ് ആകുമ്പോഴോ ഷുഗർ പ്ലസ് പ്രോട്ടീനിലുള്ള ആസ്പരാജിൻ ആയിട്ടുള്ള ഒരു അമൈഡ് ലിങ്കേജിനെയാണ് എൻ ലിങ്ക്ഡ് ഷുഗർ എന്ന് പറയുന്നത്. This layer of carbohydrate helps protect the cell surface from mechanical damage. ഓക്കെ, എന്താണ് ഇതിന്റെ റോള്? അങ്ങനെ ഒരു ലെയർ, ഒരു എക്സ്ട്രാ ഒരു ലെയർ സെല്ലിന് ചുറ്റും കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് പ്രിവെന്റിങ് ഫ്രം ദി മെക്കാനിക്കൽ ഡാമേജ്. ഓക്കെ, പോളിസാക്കറൈഡ്സ് അബ്സോർബ് വാട്ടർ, നമ്മൾ പറഞ്ഞു അല്ലെ, ഇറ്റ് ക്യാൻ അബ്സോർബ് വാട്ടർ. ദേ ഓൾസോ ഗീവ് ദ സെൽ എ സ്ലൈമി സർഫസ്. ഓക്കെ, നമുക്കറിയാലോ ഒരു ഷുഗർ സിറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി സ്റ്റിക്കി തിങ്. ഓക്കെ, സോ ദിസ് ഷുഗർ ഈസ് പ്രൊവൈഡിങ് എ സ്ലൈമി സർഫസ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് സെൽ ക്യാൻ സ്ക്വീസ് ഈസിലി അല്ലെ. ഒരു സ്ലൈമി ഒബ്ജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്ക്വീസ് ഈസിലി ത്രൂ അല്ലെ. സോ ആ ഒരു പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുന്നത് സർഫസ് ലെയറിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഓൾസോ ഹാവ് എ മേജർ റോൾ ഇൻ അവർ ഫിസിയോളജി. ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ തിങ് ആണ്. ഓക്കെ, നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, ABO ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി ദേ ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ് ഓർ ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോപ്രോട്ടീൻസ് ഓർ ഗ്ലൈക്കോലിപ്പിഡ്സ് ആണ് നമ്മളെ ABO ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദർ ആർ 3 ടൈപ്സ് ഓഫ് ആന്റിജൻസ്, A, O ആൻഡ് B. എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, O ആന്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് O ആന്റിജൻ. ഓക്കെ, ലിപ്പിഡ് ഓർ പ്രോട്ടീന്റെ കൂടെ ഇത്രയും ഒരു ഒളിഗോസാക്കറൈഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് കോൾഡ് O ആന്റിജൻ. ഓക്കെ, സോ ദിസ് സ്ട്രക്ചർ ഇസ് കോമൺ ഫോർ A ആൻഡ് B. എന്താണ് ഡിഫറൻസ്? A ഗ്രൂപ്പ്, A ആന്റിജൻ എന്ന് പറയുന്ന സമയത്ത് O ആന്റിജന്റെ സ്ട്രക്ചർ പ്ലസ് N അസറ്റൈൽ ഗ്ലൂക്കോസ് അമൈൻ, ഒരു എക്സ്ട്രാ ഒരു N അസറ്റൈൽ ഒരു മോണോസാക്കറൈഡും കൂടി അതിന്റെ കൂടെ വന്നിട്ടുണ്ട്, N അസറ്റൈൽ ഗാലക്ടോസ് അമൈൻ ടു O ആന്റിജൻ. അങ്ങനെ O ആന്റിജന്റെ കൂടെ N അസറ്റൈൽ ഗാലക്ടോസ് അമൈനും കൂടി വരുമ്പോൾ നമ്മൾ അതിനെ A ആന്റിജൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ O ആന്റിജന്റെ കൂടെ ഒരു എക്സ്ട്രാ ഗാലക്ടോസും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ B ആന്റിജൻ എന്നാണ് പറയുന്നത്. സോ ഇപ്പൊ മനസ്സിലായോ നമ്മുടെ സെൽ സർഫസിലെ കാർബോഹൈഡ്രേറ്റിന്റെ ഇമ്പോർട്ടന്റ് റോൾ എന്താണെന്ന്? നമ്മുടെ RBCയുടെ സെൽ സർഫസിലുള്ള കാർബോഹൈഡ്രേറ്റ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ABO ബ്ലഡ് ഗ്രൂപ്പ് ആന്റിജൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഇത് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, N അസറ്റേറ്റ് ഗാലക്ടോസ് അമൈൻ. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതിന്റെ ഓരോ കോമ്പണന്റ് ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഈ ഒരു O ആന്റിജൻ പ്ലസ് എന്താണ് A ആന്റിജൻ എന്ന് പറയുമ്പോൾ ഒരു N അസറ്റൈൽ ഗാലക്ടോസ് അമൈൻ ഉണ്ട്. B ആന്റിജൻ എന്ന് പറയുമ്പോൾ O ആന്റിജൻ പ്ലസ് ഒരു ഗാലക്ടോസ് എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ABO ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ അത് മൈൻഡിൽ നിങ്ങൾ എന്തായാലും ഇത് നന്നായിട്ട് ക്ലിയർ ആക്കി പഠിച്ചിരിക്കേണ്ടതാണ്. സോ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗ്ലൈക്കോകാലിക്സ് ഇൻ ബാക്ടീരിയ. ഓക്കെ, നമ്മുടെ എന്താ പറയാ ബാക്ടീരിയാസ് എങ്ങനെയാണ് അവര് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Glycocalyx. There are 2 types of glycocalyx, capsule and slime layer. Okay, എന്തൊക്കെയാണ്? ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് കണ്ടൻസ്ഡ് ഫോം ആണ്. കണ്ടൻസ്ഡ് ഫോമിനെയാണ് നമ്മൾ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ദേ ആർ ബിക്കോസ് ദേ ആർ ടൈറ്റ്ലി കണ്ടൻസ്ഡ് ആകുമ്പോൾ ദേ ആർ ടൈറ്റ്ലി അസോസിയേറ്റഡ് അല്ലെ. ദെൻ ലൂസ്ലി അറ്റാച്ച്ഡിനെയാണ് നമ്മൾ സ്ലൈം ലെയർ എന്ന് പറയുന്നത്. സോ ക്യാൻ റിമൂവ് ഫ്രം ദി സെൽ മോർ ഈസിലി. ഓക്കെ, സ്ലൈം ലെയർ എന്താണ്? ലൂസ്ലി അറ്റാച്ച്ഡ് ആണ്, ക്യാൻ റിമൂവ് ഫ്രം ദി സെൽ മോർ ഈസിലി. അതാണ് 2 ടൈപ്പ് ഗ്ലൈക്കോകാലിക്സ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഫങ്ഷൻസ്? എനേബിൾ ബാക്ടീരിയ ടു ബിക്കം
harder for phagocytic uptake. Okay. എങ്ങനെയാ അത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ they will cover up components of the bacterium that the immune system would detect. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഒരു ബാക്ടീരിയ ആണ്. ഓക്കെ, ഈ ബാക്ടീരിയയുടെ സെൽ സർഫസിലുള്ള സം പ്രോട്ടീൻസ് അല്ലെ, പ്ലാസ്മ മെംബ്രെയിൻ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, they will act as the antigen. ഈ ഒരു പ്രോട്ടീൻ ആണ് നമ്മൾ ഫോറിൻ ബോഡി നമ്മളെ ഓൺ ഇമ്മ്യൂൺ സിസ്റ്റം recognize it as a foreign body. So നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ബോഡി ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, they will recognize it as a foreign particle and അതിനെ എൻഗൾഫ് ചെയ്തിട്ട് ഫാഗോസൈറ്റോസിസ് വഴി നമ്മൾ അതിനെ ന്യൂട്രലൈസ് ചെയ്ത് കളയും. ഓക്കെ, ഇതാണ് നോർമലി സംഭവിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ബാക്ടീരിയ എൻ്റർ ചെയ്തു. ഓക്കെ, ഈ ബാക്ടീരിയയുടെ സെൽ സർഫേസിൽ പ്രോട്ടീൻ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് കവേർഡ് ബൈ എന്താ ഗ്ലൈക്കോകാലിക്സ് ഓർ സ്ലൈം ലെയർ എന്ന് വിചാരിക്കൂ. സോ ദിസ് ആന്റിജൻ, അതായത് സോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനൊരു ഫോറിൻ പാർട്ടിക്കിൾ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്താണ്, സോ ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഫ്രം ഫാഗോസൈറ്റോസിസ്. ഓക്കെ, then gradually it can cause disease in our system. പിന്നെന്താണ്, promotes the addition of bacteria to surface and to form biofilms. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബയോഫിലിം ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഡിസീസസ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. ഓക്കെ, എങ്ങനെയാണ് ബയോഫിലിം ഫോം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയാസ്, ഓക്കെ, ഇത് ഒരു ലെയർ ഓഫ് ബാക്ടീരിയ ആണിത്. ഇതിന്റെ മുകളിൽ ഫുള്ള് ഒരു ലെയർ, ഒരു സ്ലൈം ലെയർ ക്രിയേറ്റ് ചെയ്യും. സോറി, ഒരു ലെയർ സ്ലൈം ലെയർ, ഇത് ഫുള്ളാണ് സ്ലൈം ലെയർ എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ എന്താണ്, അതിന്റെ മുകളിൽ അടുത്ത ലെയർ ഓഫ് ബാക്ടീരിയ വിൽ ഗ്രോ. ഓക്കെ, ദെൻ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും ഒരു ലെയർ എന്താണ് പറയാ, ഗ്ലൈക്കോകാലിക്സ് അല്ലെങ്കിൽ ഒരു സ്ലൈം ലെയർ ഉണ്ടാവും. അതിന്റെ മുകളിൽ എഗെയിൻ ബാക്ടീരിയ വിൽ ഗ്രോ. ഇങ്ങനെയാണ് ബയോഫിലിം ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു ബയോഫിലിം എന്താ അഡീഷന് ഹെൽപ്പ് ചെയ്യുന്നു, ദേ ക്യാൻ അഡയർ ഈച്ച് അതർ. ഓക്കെ, സോ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇങ്ങനെ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ബയോഫിലിം അവിടെ ഫോം ചെയ്യും. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഡെന്റൽ പ്ലാക്കും സിസ്റ്റിക് ഫൈബ്രോസിസും. സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ജനറ്റിക്കൽ ഇഷ്യൂ ആണ്. ഒരു അയൺ ചാനലിന്റെ മ്യൂട്ടേഷൻ ആണ് ബേസിക്കലി. പക്ഷെ ബിക്കോസ് ഓഫ് ദാറ്റ് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വിൽ ഒക്കർ. ഇടയ്ക്കിടയ്ക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഗ്രാജുവലി ബയോഫിലിം വിൽ ഡെവലപ്പ്, എസ്പെഷ്യലി സ്യൂഡോമോണാസ്. ഓക്കെ, ഈ ഒരു ബയോഫിലിം ഫോർമേഷന്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് കാൺട് ഡിസ്ട്രപ്റ്റ് ദം. ഓക്കെ, ഈ ഒരു ഔട്ടർ ലെയറിൽ മാത്രമേ ആന്റിബയോട്ടിക്കിന് ഒരു എഫക്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ട് ഇത് നല്ല തിക്ക് ആയിട്ടുള്ള ബയോഫിലിം ആണെന്നുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് കാൺട് പെനിട്രേറ്റ് ഇൻ ടു ദീസ് ബാക്ടീരിയ ആൻഡ് ദേ കാൺട് ഡിസ്ട്രോയ് ദം. സോ അങ്ങനെയാണ് ഗ്രാജുവലി സിസ്റ്റിക് ഫൈബ്രോസിസ് ഫേറ്റൽ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ അതാണ് ഗ്ലൈക്കോകാലിക്സിന്റെ പ്രത്യേകത. അതായത് സർഫസിലുള്ള പ്ലാസ്മ മെംബ്രെയിനിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ബാക്ടീരിയന്റെ പാത്തോജെനിസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് ഗ്ലൈക്കോകാലിക്സ് ആണ്. ദെൻ നമുക്ക് അടുത്ത് നോക്കാനുള്ളത് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ആണ്. എന്താണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി? നമ്മളെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ നമ്മളെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി തന്നെ എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ് അതിന്റെ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്ലൂയിഡിറ്റി ബൈ ദി നേച്ചർ ഓഫ് ദി ഫാറ്റി ആസിഡ് ചെയിൻ. ഓക്കെ, നേച്ചർ ഓഫ് ദി ഫാറ്റി ആസിഡ് ചെയിൻ. Saturated and unsaturated fatty acid chain is making the maintaining the fluidity of the plasma membrane. Okay, unsaturated fatty acid ആണെന്നുണ്ടെങ്കിൽ they will be more viscous. Okay, അതായത് fluidity കുറവായിരിക്കും. Unsaturated fatty acid ആണെന്നുണ്ടെങ്കിൽ they will become more fluid. അല്ലെ, ഈ ഒരു ഡബിൾ ബോണ്ട് will create kinks. Okay, so they will become more fluid. Okay, പിന്നെ എന്താന്ന് വെച്ചാൽ there are some enzymes. Okay, ഇപ്പൊ according
to the environmental requirement. Okay, cells have to maintain more fluidity. If viscous ആവണമെങ്കിൽ ചില സമയത്ത് viscous ആവണം, ചില സമയത്ത് fluidic ആവണം. How they are maintaining is there are some enzymes responsible for this. നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഈ സിംഗിൾ ബോണ്ടിലേക്ക് ഡബിൾ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയാണ് അവര് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ലിപ്പിഡ്സിന്റെ മൂവ്മെന്റ് ആണ്. ലാറ്ററൽ മൂവ്മെന്റും ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റും ഉണ്ട്. ഓക്കെ, ഈ ലാറ്ററൽ മൂവ്മെന്റും ഫ്ലിപ്പ് ഫ്ലോപ്പ് മൂവ്മെന്റും നമ്മളെ നോർമൽ ഫിസിയോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് കണ്ടു. നമ്മളെ ലിപ്പിഡ് ബൈലെയറിന്റെ അസിമെട്രി, ലിപ്പിഡ് അസിമെട്രി, അതായത് ഇന്നർ ലീഫ്ലെറ്റിലും ഔട്ടർ ലീഫ്ലെറ്റിലും ഉള്ള കോമ്പണന്റിന്റെ ഡിഫറൻസ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. സോ how they are maintaining is also very important. Okay, ഈ lateral movement is easy, it is fast actually. Okay, but this flip flop movement is എന്താണ്, very slow. ഓക്കെ, ഇത് അൺകാറ്റലൈസ്ഡ് ആയിട്ടാണെങ്കിൽ, അതായത് ഈ ഒരു ബിക്കോസ് എന്താണ്, ഹൗ ഇറ്റ് ഈസ് സ്ലോ, ബിക്കോസ് ഇറ്റ് ഈസ് മൂവിങ് അഗെയിൻസ്റ്റ് ദി കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് എപ്പോഴും എനർജറ്റിക്കലി അൺഫേവറബിൾ ആണ്. സോ ഇറ്റ് ഈസ് സ്ലോ. ഇനി നമുക്ക് നോക്കാം, പ്രോട്ടീൻസ് called flippase, floppase and scramblase facilitate the trans-bilayer movement or translocation of individual lipid molecules. ഈ ഒരു മൂവ്മെന്റ്, അതായത് ഈ ഒരു മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് ഫ്ലിപ്പേസ്, ഫ്ലോപ്പേസ് ആൻഡ് സ്ക്രാംബ്ലേസ്. ബിക്കോസ് ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് റിക്വയേഴ്സ് എനർജി. How they reduce this energy? By using of this catalyst. Catalyst എന്തൊക്കെയാണ്? catalyst എന്തൊക്കെയാണ്? enzymes, flippase, floppase and scramblase. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നോക്കാം. സോ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, how they are maintaining ഒന്ന് എങ്ങനെയാണ്? ഫാറ്റി ആസിഡ് ചെയിനിന്റെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിന്റെ ആൾട്ടറേഷൻ വഴിയാണ് അവര് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി കീപ്പ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഈ ഒരു ഇൻവേർഡ് ഔട്ട്വേർഡും ലാറ്ററൽ മൂവ്മെന്റും ആണ് മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി എന്നുകൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഈച്ച് സിംഗിൾ മൂവ്മെന്റ് ഈസ് ഫിസിയോളജിക്കലി വെരി ഇമ്പോർട്ടന്റ്. ഇനി എന്താണ് ഫ്ലിപ്പേസ് എന്നുള്ളത് നോക്കാം. Flippases catalyze translocation of the aminophospholipid. Aminophospholipid എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ എഥനോൾ അമൈനും സെറിനും ആണ്. ഓക്കെ, ഫോസ്ഫാറ്റിഡൈൽ എഥനോൾ അമൈനും സെറിനും എവിടെയാണ് ഉണ്ടാവുക? ഇന്നർ ലീഫ്ലെറ്റിലാണോ ഔട്ടർ ലീഫ്ലെറ്റിലാണോ ഉണ്ടാവുക? അവര് കൂടുതലായിട്ടും ഇന്നർ ലീഫ്ലെറ്റിലാണ് അല്ലെ. ഫോസ്ഫാറ്റിഡൈൽ സെറിനും എഥനോൾ അമൈനും ഇന്നർ ലീഫ്ലെറ്റിലാണ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, സോ കുറവ് കോൺസെൻട്രേഷൻ ഔട്ട്സൈഡിലും കൂടുതൽ കോൺസെൻട്രേഷൻ ഇൻസൈഡിലുമാണ്. ഓക്കെ, സോ ഇപ്പം outside to inner movement of serine and ethanolamine എന്ന് പറയുമ്പോൾ എന്താണ്? It is against the concentration gradient. So it is very slow. Normally it is happening very slowly. Okay, so അവിടെ ഒരു എൻസൈം വന്നാൽ, അതായത് ഒരു ഫ്ലിപ്പേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ they will catalyze this movement. Okay, they are ATP dependent or ATP independent. Both type flippases are available. Okay, നോക്കാം. നോർമലി നമ്മൾ പറഞ്ഞു അല്ലെ, സെറിനും ഫോസ്ഫാറ്റിഡൈൽ സെറിനും എഥനോൾ അമൈനും ആർ മോർ കൂടുതൽ എവിടെയാണ്? ഇന്നർ ലീഫ്ലെറ്റിലാണുള്ളത്. സോ ഫ്ലിപ്പേസ് എന്താണ് ചെയ്യുന്നത്? ഔട്ട്സൈഡ് ടു ഇൻസൈഡ് മൂവ്മെന്റ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓഫ് എന്താണ്? എഥനോൾ അമൈന്റെയും സെറിന്റെയും മൂവ്മെന്റ് ആണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. They are ഈ ഫ്ലിപ്പേസ് മേ ബി ATP ഡിപ്പെൻഡന്റ് ആൻഡ് ATP ഇൻഡിപെൻഡന്റ്, ഏതും ആവാം. They are generally P-type ATPase. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഫ്ലിപ്പേസിനെ പറ്റിയിട്ട് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഫ്ലിപ്പേസ് എന്താണ്? ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ആണ്. സെറിന്റെയും എഥനോളമൈന്റെയും മൂവ്മെന്റ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. They are P-type ATPase ആണ്. ഓക്കെ, അതാണ് ഫ്ലിപ്പേസ്. ഇനി നമുക്ക് വരുന്നത് എന്താണ്? ഫ്ലോപ്പേസ്. ഫ്ലോപ്പേസ് എങ്ങനെയാണ്? ഫ്ലോപ്പേസ് മൂവ് പ്ലാസ്മ മെംബ്രെയിൻ ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് സ്റ്റിറോൾസ് ഫ്രം ദി സൈറ്റോസോൾ ടു എക്സ്ട്രാ സെല്ലുലാർ. സൈറ്റോസോളിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലാറിലേക്കുള്ള മൂവ്മെന്റ് ആണ് ഫ്ലോപ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
അപ്പൊ നമ്മളെ എന്തായിരിക്കും നമ്മൾ സ്വതവേ നമ്മുടെ ഔട്ട്സൈഡിൽ ഏതൊക്കെയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക? ഫോസ്ഫാറ്റിഡൈൽ കോളിൻ അല്ലെ, സ്വിഞ്ചോ ലിപ്പിഡ്സ് ഒക്കെയാണ് ഔട്ട്സൈഡിൽ കൂടുതലുള്ളത്. സോ ഇൻസൈഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ് ഫ്ലോപ്പേസ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ATP ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ്. ABC ട്രാൻസ്പോർട്ടർ ആണ്, ABC ട്രാൻസ്പോർട്ടർ ഫാമിലി. നമ്മൾ നെക്സ്റ്റ് വരുന്ന യൂണിറ്റിൽ നമ്മൾ ഈ ഓരോ ട്രാൻസ്പോർട്ടേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ABC ടൈപ്പ്, P ടൈപ്പ്, F ടൈപ്പ്, അങ്ങനെ കുറെ ടൈപ്പ് എൻസൈംസ് ഉണ്ട്. സോ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. സോ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാസ്മ മെംബ്രെയിന്റെ ഫ്ലൂയിഡിറ്റിന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പേസ് എന്താണ്? ഔട്ട്സൈഡ് ടു ഇൻസൈഡ്. ഫ്ലോപ്പേസ് എന്താണ്? ഇൻസൈഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നത് എന്താണ്? സ്ക്രാംബ്ലേസ്. സ്ക്രാംബ്ലേസിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ that move any membrane phospholipids. Okay, any membrane phospholipids across the bilayer down its concentration gradient. Concentration gradient against ആയിട്ട് inward or outward both. Scramblers can catalyze both the movements. Okay, പിന്നെ എന്താണ് ഒരു പ്രത്യേകത? നോട്ട് ഡിപ്പെൻഡ് ഓൺ ATP. ദേ ആർ ATP ഡിപ്പെൻഡന്റ് അല്ല. ബട്ട് എന്താണ് വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റോസോളിക് കാൽഷ്യം കോൺസെൻട്രേഷന് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, സൈറ്റോസോളിക് കാൽഷ്യം കോൺസെൻട്രേഷൻ ഹൈ മീൻസ് അത് എന്താണ്? ഒരു സെല്ലുലാർ സിഗ്നൽ ആണ് അല്ലെ, ഒരു സിഗ്നൽ ആണ്. അപ്പോട്ടോസിസിന്റെ വൺ ഓഫ് ദി സിഗ്നൽ ഈസ് സൈറ്റോസോളിക് കാൽഷ്യം കോൺസെൻട്രേഷൻ ഈസ് ഇൻക്രീസിങ് എന്നുള്ളതാണ്. ഓക്കെ, സോ സൈറ്റോസോളിക് കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് സ്ക്രാംബ്ലേസ് വാട്ട് ദേ വിൽ ഡു ഈസ്, നമ്മൾ പറഞ്ഞു അല്ലെ, ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ഔട്ട്സൈഡിൽ നിന്ന് ഇന്നർ സൈഡിലേക്ക് വരുന്നത് അപ്പോട്ടോസിസിന്റെ സിഗ്നൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഫോസ്ഫാറ്റിഡൈൽ സെറിൻ ആണേ. ഓക്കെ, കാൽഷ്യത്തിന്റെ കോൺസെൻട്രേഷൻ സൈറ്റോസോളിൽ കൂടാൻ തുടങ്ങി. സോ scramblers will do what they will do is scramblers will catalyze the movement of serine inside leaflet എന്ന് outside leaflet ലേക്ക് സെറിനെ മൂവ് ചെയ്യിക്കും. ഓക്കെ, സോ ഈ ഒരു മൂവ്മെന്റ് will trigger the macrophages will recognize this serine and will destroy this signal. അങ്ങനെയാണ് അപ്പോട്ടോസിസ് അവിടെ ഗ്രാജുവലി നടക്കുന്നത്. So scramblers can catalyze in both the action, both flip-flop movement. Okay, and ATP independent ആണ്, but it is sensitive for cytosolic calcium concentration. സോ ഇതാണ് 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈംസ്. ഇത് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ്ങിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഐ തിങ്ക് ഓൺ ഗേറ്റ് എക്സാമിനാണ് തോന്നുന്നു, ഗേറ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണത്. ഓക്കെ, സോ ഇത് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ, പ്ലാസ്മ മെംബ്രെയിനിൽ പറഞ്ഞ കാര്യങ്ങൾ, ഫ്ലിപ്പേസ്, ഫ്ലോപ്പേസ്, സ്ക്രാംബ്ലേസ്. സോ ഇതാണ് നമ്മളെ ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നമ്മൾ മൈൻഡിൽ എപ്പോഴും ഒട്ടിച്ചു വെക്കുക. ഓക്കെ, ഫ്ലിപ്പേസ് എന്ന് പറയുന്നത് ഔട്ട് ടു ഇൻ, ഫ്ലോപ്പേസ് ഇൻ ടു ഔട്ട്, സ്ക്രാംബ്ലേസ് ബോത്ത്. സോ ഇത്രയാണ് നമ്മളെ എൻസൈംസിനെ പറ്റി പറയാനുള്ളത്. ദെൻ പിന്നെ വരുന്നത് എന്താണ്? ഞാൻ പറഞ്ഞു എന്താണ് പറയാ, നമ്മളെ ഫാറ്റി ആസിഡ് ചെയിനിലെ ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ടിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ് ദി ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്. ഓക്കെ, എങ്ങനെയാണ് അത് നടക്കുന്നത് നോക്കാം. ആ എൻസൈമിന്റെ പേരാണ് ഡീസാച്ചുറേസ്. ഡീസാച്ചുറേസ് എന്ന് പറയുന്ന എൻസൈം എന്താണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് ഡബിൾ ബോണ്ട് ഇൻ എന്താണ് പറയാ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സിൽ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ഇതിന്റെ ഈ ഡീസാച്ചുറേസിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമുക്ക് ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക? മോർ ഫ്ലൂയിഡിറ്റി അല്ലെ. അങ്ങനെയാണ് എന്താണ് പറയാ, ഹീറ്റ് സ്ട്രെസ്, കോൾഡ് സ്ട്രെസ് ഒക്കെ വരുന്ന സമയത്ത് ബാക്ടീരിയാസ് അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ചെയ്യുന്നത് ഇങ്ങനത്തെ എൻസൈംസിന്റെ ഫങ്ഷനെ കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് അടുത്ത 2 എൻസൈംസ് എന്ന് പറയുന്നത് ഫോസ്ഫോലിപ്പേസും അസറ്റൈൽ ട്രാൻസ്ഫറേസും ആണ്. അവരെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റീഷഫ്ലിംഗ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു ഈ ഇൻസൈഡ് ടു ഔട്ട്സൈഡും ഔട്ട്സൈഡ് ടു ഇൻസൈഡും റീഷഫ്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ബട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ഏരിയ പോളാർ ഏരിയ ആണ് അല്ലെ. ഈ പോളാർ ഗ്രൂപ്പിന് ഈ ഒരു ഹൈഡ്രോഫോബിക് റീജിയനിൽ കൂടി പാസ് ചെയ്ത് ഇപ്പുറത്ത് എത്തുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ
ഇവര് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഹൗ ദേ ആർ മാനേജിങ് ദിസ് ഇസ് വളരെ രസമാണ്. അവരെന്താ ചെയ്യാ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പോളാർ ഹെഡിന്റെയും ഫാറ്റി ആസിഡിന്റെയും കൂടിയുള്ള ആ കണക്ഷൻ അവിടെ അങ്ങ് കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഫാറ്റി ആസിഡ് ചെയിനിനെ മാത്രം അവര് തിരിച്ച് വന്നിട്ടുള്ള പോളാർ ഹെഡ് ഗ്രൂപ്പിൽ കണക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു ഫോസ്ഫോലിപ്പേസ് ആക്ട് ചെയ്യുന്നത്. അതായത് ഫോസ്ഫോലിപ്പേസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എന്താ പറയാ, ഇവിടെ പോളാർ ഹെഡ് ഗ്രൂപ്പിനെയും ഫാറ്റി ആസിഡിനെയും കൂടി തമ്മിൽ അവിടെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതേപോലെ ഇവിടെയുള്ള ഈ ഒരു ഇതിനെയും കട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് സോറി ഈ ഒരു ലെയറിലുള്ള ഇതിനെയും കട്ട് ചെയ്യും. ഇതിനെയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അവര് റീഷഫ്ലിംഗ് പോസിബിൾ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, റീഷഫ്ലിംഗ് ഈസ് അക്കംപ്ലിഷ്ഡ് ബൈ ഫോസ്ഫോലിപ്പേസസ് വിച്ച് സ്പ്ലിറ്റ് ദി ഫാറ്റി ആസിഡ് ഫ്രം ദി ഗ്ലിസറോൾ ബാക്ക് ബോൺ ആൻഡ് അസറ്റൈൽ ട്രാൻസ്ഫറേസ് എന്താ ചെയ്യുക, വിത്ത് ട്രാൻസ്ഫർ ഫാറ്റി ആസിഡ്സ് ബിറ്റ്വീൻ ഫോസ്ഫോലിപ്പിഡ്സ്. ഓക്കെ, ഈ കട്ടിംഗ് മാത്രമാണ് ഫോസ്ഫോലിപ്പേസ് ചെയ്യുന്നത്. അസറ്റൈൽ ട്രാൻസ്ഫറേസ് ആണ് ഈ ട്രാൻസ്ഫറിങ് നടത്തുന്നത്. സോ ഇങ്ങനെയാണ് അവര് റീഷഫ്ലിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റീഷഫ്ലിംഗും ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡീസാച്ചുറേസ്. ഓക്കെ, ദെൻ ഇനി അടുത്തതാണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സെൽ ഡിസ്ട്രപ്ഷൻ നടത്തുന്ന സമയത്ത് പ്ലാസ്മ മെംബ്രെയിനിന്റെ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ആൻഡ് വി ഹാവ് ഫൗണ്ട് സം മൈക്രോ ഡൊമൈൻസ്. These microdomains are called lipid raft. Okay, the plasma membrane of cells contain combination of glycosphingolipids and protein receptors organized in glycoprotein microdomains called lipid raft. Okay, ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു റീജിയൻസ് ആയിട്ട് നമുക്കൊരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആയിട്ട് കിട്ടുന്നില്ല. ദിസ് ഈസ് കോൾഡ് ലിപ്പിഡ് റാഫ്റ്റ്. ഓക്കെ, എന്താണ് അതിന്റെ റോള് നോക്കാം. Lipid raft influencing membrane fluidity and protein trafficking. Okay, ആ ഒരു റിജിഡിറ്റി ആണ് അതിന്റെ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓൾസോ പ്രസന്റ് ഇൻ ഗോൾജി അപ്പാരറ്റസ് ആൻഡ് ലൈസോസോം. Enriched in sphingolipids. Okay, sphingomyelin glycophospholipids are high in lipid raft. Okay, എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കാം. They are detergent resistant, remain intact even if membrane dissolves. Okay, അങ്ങനെയാണ് മെംബ്രെയിൻ ഡിസോൾവ് ചെയ്തിട്ടും നമുക്ക് ഇങ്ങനെ മൈക്രോ ഡൊമൈൻസ് കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ലിപ്പിഡ് റാഫ്റ്റിനെ തന്നെ നമ്മൾ ഡിസ്കവർ ചെയ്തത്. Then float freely in the lipid bilayer. Okay, ഈ ലിപ്പിഡ് ബൈലെയറിൽ കൂടി ഇങ്ങനെ ആ ഒരു മൈക്രോ ഡൊമൈൻ can float. Okay, ഹൈ കൊളസ്ട്രോൾ കണ്ടന്റ്, അതായത് ഈ ഒരു ലിപ്പിഡ് റാഫ്റ്റിലെ കൊളസ്ട്രോൾ കണ്ടന്റ് കൂടുതലാണ്. നമ്മുടെ ലിപ്പിഡ് ബൈലെയറിലുള്ള കൊളസ്ട്രോൾ കണ്ടന്റിനേക്കാളും 3 to 4 ഫോൾഡ് കൂടുതലാണ് കൊളസ്ട്രോൾ കണ്ടന്റ് ഇൻ ലിപ്പിഡ് റാഫ്റ്റ്. ഓക്കെ, ദെൻ ഏതൊക്കെ ടൈപ്പ് ലിപ്പിഡ് റാഫ്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2 ടൈപ്പ് ലിപ്പിഡ് റാഫ്റ്റ് ആണ് ഉള്ളത്. പ്ലാനാർ ലിപ്പിഡ് റാഫ്റ്റും കാവിയോളയും. 2 ടൈപ്പ് ആണ് ഉള്ളത്, പ്ലാനാർ ലിപ്പിഡ് റാഫ്റ്റ് ആൻഡ് കാവിയോളെ. ഓക്കെ, പ്ലാനാർ ലിപ്പിഡ് റാഫ്റ്റ് ഓൾസോ റെഫേർഡ് ടു ആസ് നോൺ കാവിയോളാർ ഓർ ഗ്ലൈക്കോലിപ്പിഡ് റാഫ്റ്റ്. ഓക്കെ, ദെൻ കാവിയോളെ. എന്താണ് പ്ലാനാർ നോക്കാം. Planar rafts are defined as being continuous with the plane of the plasma membrane and by their lack of distinguishing morphological features. Okay, ഈ planar raft it's physiologically distinguish ചെയ്യാൻ difficult ആണ്. They are ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. And also they contain a protein called flotilin. Okay, proteins are found in this flotilin proteins are found in neurons where caveolae are absent. Neurons basically caveolae കൂടുതലാണ്. Okay, caveolae ഇല്ലാതെ ഉള്ള എന്താണ് പ്ലാനാർ ആയിട്ടുള്ള റാഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ you can find flotilin over there. Then caveolae ഡീറ്റെയിൽസിലേക്ക് കടക്കാം. Caveolae are implicated in a variety of cellular functions including membrane trafficking within cells and the transduction of external signals into cellular responses. Caveolae are very important, have important functions. മെംബ്രെയിൻ ട്രാഫിക്കിങ്ങിലും സിഗ്നൽസിലും എന്താണ് എക്സ്റ്റേണൽ സിഗ്നൽസിന്റെ റെസ്പോൺസിലും കാവിയോളെ ഇൻവോൾവ് ആണ്.
കാവിയോളിയിലുള്ള പ്രോട്ടീൻ ഏതാണ്? കാവിയോളിൻ. കാവിയോളിൻ ഇസ് ദ പ്രോട്ടീൻ. കാവിയോളിന്റെ റോൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കർവേച്ചർ, അതായത് അതൊരു ഇൻവേർഡ് കർവേച്ചർ, ഇവിടെ ഒരു ഇൻവേർഡ് കർവേച്ചർ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് ഇങ്ങനെ ഒരു കാവിയോളെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. സോ കാവിയോലിൻ ഇസ് ദി പ്രോട്ടീൻ വിച്ച് ഇസ് മേക്കിംഗ് എ കർവേച്ചർ ഇൻ ദി മെംബ്രെയിൻ. ഓക്കെ, it is widely expressed in brain. Okay, caveolin is widely expressed in brain. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കർവേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ കർവേച്ചർ ഉള്ളത് കൊണ്ട് സെല്ലിന്റെ നോർമൽ സൈസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ റിസീവിങ് സം സെൽ സിഗ്നൽസ്, ഓക്കെ, ഈ കാവിയോളിൻ ആയിട്ടുള്ള കണക്ഷൻ, കാവിയോളിൻ കണക്ഷൻ ഡിസ്റപ്റ്റഡ് ആവുകയും വാട്ട് വിൽ ഹാപ്പൻ ഈസ് ദ സെൽ ബിക്കം എൻലാർജ്ഡ്. ഈ കാവിയോളിൻ കണക്ഷൻ പോകുമ്പോൾ എന്താണ്? എക്സ്പാൻഡ് ചെയ്യും അല്ലെ, സർഫസ് എക്സ്പാൻഡഡ് ആവും, അപ്പം സെല്ല് എൻലാർജ്ഡ് ആവും. ഓക്കെ, സോ ഇതൊരു സിഗ്നലിന്റെ ഒരു റെസ്പോൺസ് ആണ്, സിഗ്നൽ റെസ്പോൺസ് കൂടിയാണ് ഇത് എന്ന് പറയുന്നത്. സോ കാവിയോളെ പ്ലേസ് എ മേജർ റോൾ in protein trafficking and signal to external signals also. Okay, സോ ഇത്രയാണ് നമ്മുടെ ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മളെ പ്ലാസ്മ മെംബ്രെയിനിലുള്ള കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു സ്പെഷ്യൽ കോമ്പോണന്റ് ആണ് ലിപ്പിഡ് റാഫ്റ്റ് എന്ന് പറയുന്നത്. 2 types of lipid raft are there, planar and caveole. So caveoleക്ക് എന്തൊക്കെയാണ് പ്രത്യേകത? അതിനൊരു കർവേച്ചർ ഉണ്ട്. So caveolin is the protein which is providing this curvature. Okay, and also they have important role in membrane trafficking and external signal response. Okay, സോ ഇത്രയാണ് നമ്മുടെ എന്താണ് പ്ലാസ്മ മെംബ്രെയിന്റെ കോമ്പോസിഷനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. സോ ലിപ്പിഡ്സ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, അതിന്റെ ഫങ്ഷൻസും ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ റെഫറൻസ് ബുക്ക് ജെറാൾഡ് കാർപ്പ്, ആൽബർട്ട് ജോൺസൺ, ബ്രൂസ് ആൽബർട്ട്, ലോഡിഷ്, ഇത്രയൊക്കെയാണ് ഞാൻ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇതിന്റെ PDF വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് അസ്. വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ മെയിൽ വഴിയോ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തതിന് ശേഷം ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവും. സോ എല്ലാ ദിവസവും റിവൈസ് ചെയ്യുക. ഞാനന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്താലും ഒരു ഫ്ലോ ചാർട്ട് കമ്പൾസറി ആയിട്ട് കീപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് അത് എല്ലാ കോൺസെപ്റ്റും അപ്പോൾ ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. So thank you so much for watching our channel. Kindly subscribe our channel, like our videos and share our videos with your friends. Thank you for the support. Do well.